ഗംഭീരമായിട്ടുള്ള വൈബാണ്. നമ്മൾ ഇവിടെ വലിയ ആവേശമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ നമ്മള് എന്താ പറയുന്നത്, കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുള്ള പല സാധനങ്ങളും, അത് മെട്രോ സിറ്റി ആണെങ്കിലും ശരി, അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖമാണെങ്കിലും, ഇനി അതല്ല സീപ്ലെയിൻ ആണെങ്കിലും ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ പിന്നീട് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ഇറക്കുന്ന ഒരു ശീലം ഇടതുപക്ഷത്തിനുണ്ട്. ഇത്തവണ നമ്മൾ വേണ്ടെന്ന് വെച്ച ഒരു കാര്യമാണ് ഞങ്ങളുടേതാണെന്നും പറഞ്ഞ് പെട്ടെന്ന് ചുമലമുക്കി ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഭയമൊന്നുമില്ല. മാത്രമല്ല, ഞാനിപ്പോൾ വരുമ്പോൾ രാഹുലിന്റെ യാത്രയേക്കാൾ കൂടുതൽ ഞാൻ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളുടെ യാത്ര എങ്ങനെയുണ്ടെന്ന് ശ്രദ്ധിച്ചു. സത്യത്തിൽ അത് കണ്ടപ്പോൾ പഴയൊരു ലാലേട്ടൻ സിനിമയിലെ സീനാണ് ഓർമ്മ വന്നത്. നമ്മുടെ രണ്ടുപേരുടെ ശബ്ദം എന്താ ചേട്ടാ ഒരേപോലെ ഇരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് സൈക്കിളെ ഓട്ടുന്നുണ്ടല്ലോ രണ്ടുപേരും, അതുപോലെ ഇരിക്കുന്നു. രണ്ടുപേർക്കും പൊതുവായിട്ട് നമ്മളോടാണ് മത്സരമുള്ളത്. മത്സരം എന്ന് വാക്ക് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, കാര്യമായ മത്സരങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു MLA അയാളുടെ മണ്ഡലത്തിൽ എങ്ങനെ പ്രസംഗിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിയമസഭയിൽ അയാൾ എങ്ങനെ പെർഫോം ചെയ്യും, അയാൾ എങ്ങനെ ഈ മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് എന്തുകൊണ്ടും പറ്റിയ, ഇവിടെ നിങ്ങളുടെ ഒരു പോസ്റ്റ് കണ്ട പോലെ പറയാനും ചോദിക്കാനും പോകുന്ന എന്തിനും പോകുന്ന ഒരാളാണ് രാഹുൽ എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്ത്. എന്തോ പുറത്ത് തന്നെ പൊന്നാണ്. അപ്പൊ അകത്തോട്ട് കയറിയുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അവിടെ പുറത്ത് ഇത്രയും പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ആളല്ലേ. ഉണ്ട്. സ്കിറ്റിനുള്ള ബഹളം കിട്ടും. അതേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊന്നും തന്നെ കാര്യമായിട്ട് പറയാനുള്ള ഒരു ഇതില്ലല്ലോ. ഞാൻ പറഞ്ഞതുപോലെ ഒട്ടും സ്കോപ്പില്ല. പിഷാരടി ഈ രാഷ്ട്രീയ വേദികളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പ്രവേശനം ഉടനെ ഉണ്ടാവോ? അയ്യോ, അതൊന്നും ഇപ്പോഴേ പറയാവുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇപ്പം നമുക്ക് ഇതിൽ കുറച്ച് സമയം, ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കേണ്ട സമയമാണ്. നടക്കട്ടെ, നമുക്ക് അത് എത്ര വേണേലും കൂടുതലാവാനേ പറ്റുള്ളൂ. അത് നമുക്കിപ്പോ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിട്ട് അതിനേക്കാൾ കൂടുതൽ കിട്ടിയാൽ പിന്നെ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി എന്നുള്ളതായി പോവില്ലേ. അതുകൊണ്ടാണ്. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രചരണത്തിനായി പിഷാരടിയും ഇപ്പോൾ വാഹനത്തിൽ കയറിയിരിക്കുകയാണ്. ഒപ്പം സന്ദീപ് വാര്യരുണ്ട്. അങ്ങനെ വലിയൊരു താരനിരയെ അണിനിർത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ റോഡ് ഷോ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.